ലേണിംഗ്സ് ആയിരുന്നു എൻ്റെ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. പഠിക്കുക എന്ന് മാത്രം പറയാൻ പറ്റില്ല, പഠിപ്പിക്കുക കൂടിയേ ചെയ്യായിരുന്നു. അപ്പൊ അതിന്റെ കൂട്ടത്തിലാണ് ഈ ഒരു റാങ്കിലേക്ക് എത്താൻ പറ്റിയത്. എങ്ങനെയായിരുന്നു പഠിച്ചിരുന്നത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഒന്നാം റാങ്കിലേക്ക് എത്താൻ സഹായിച്ച കാര്യങ്ങൾ. കുറെ നാളായി പഠിക്കുന്നു, പക്ഷെ 2 മാർക്കിനും 3 മാർക്കിനും ഒക്കെ ലിസ്റ്റിൽ നിന്ന് പുറത്താവുകയാണ്. റിവിഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്? റിവിഷൻ ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, കോമൺ ചോദ്യമാണ്, ഞാൻ എത്ര മണിക്കൂർ പഠിച്ചിരുന്നു? വീട്ടമ്മമാരാണ്, 14-15 മണിക്കൂറൊക്കെ പഠിച്ചാലേ ജോലി കിട്ടത്തുള്ളൂ. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വളരെ കോമൺ ആണ്. കാരണം നമ്മുടെ PSC എഴുതുന്നതിൽ നല്ലൊരു ശതമാനം പേരും വീട്ടമ്മമാരാണ്. എൻ്റെ പേര് നിതിഷ. ഓഗസ്റ്റ് 1-ന് നിലവിൽ വന്ന ക്ലർക്ക് റാങ്ക് ലിസ്റ്റിൽ കൊല്ലം ജില്ലയിൽ എനിക്ക് 1-ാം റാങ്ക് നേടാൻ സാധിച്ചു. വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു. അതിനുശേഷം ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, എങ്ങനെയായിരുന്നു പഠിച്ചിരുന്നത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, 1-ാം റാങ്കിലേക്ക് എത്താൻ സഹായിച്ച കാര്യങ്ങൾ. ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. പിന്നെ ആദ്യമേ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, എവിടെയായിരുന്നു കോച്ചിങ്ങിന് പോയിരുന്നത്, എവിടെയായിരുന്നു പഠിച്ചിരുന്നത്, എന്തൊക്കെയായിരുന്നു റെഫർ ചെയ്തിരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. എവിടെയായിരുന്നു പഠിച്ചിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംപെറ്റസ് ലേണിംഗ്സ് ആയിരുന്നു എൻ്റെ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. പഠിക്കുക എന്ന് മാത്രം പറയാൻ പറ്റില്ല, പഠിപ്പിക്കുക കൂടിയേ ചെയ്യായിരുന്നു. അപ്പൊ അതിന്റെ കൂട്ടത്തിലാണ് ഈ ഒരു റാങ്കിലേക്ക് എത്താൻ പറ്റിയത്. ഒരു കമ്പൈൻ സ്റ്റഡിയും നമ്മൾ അങ്ങോട്ട് പഠിപ്പിക്കലും അവരിങ്ങോട്ട്, കുട്ടികളെ തന്നെ ഇങ്ങോട്ട് പഠിപ്പിക്കലും ഒക്കെ കൂടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇംപെറ്റസ്. ഒരു ടെലഗ്രാം ചാനൽ എന്നതിലുപരി ഒരുപാട് പേർക്ക് സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാൻ സഹായിച്ച വളരെ വലിയൊരു പ്ലാറ്റ്ഫോമാണ് ഇംപെറ്റസ്. പിന്നെ റെഫറൻസ് മെറ്റീരിയൽസിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടത് ഒരു 10th ലെവൽ എക്സാമിന് SCERT ടെക്സ്റ്റുകൾ തന്നെയാണ്. 5 മുതൽ 10 വരെയുള്ള SCERT ടെക്സ്റ്റുകൾ. +1 +2ന്റെ SCERT NCERT സെയിം ആണ്, ജസ്റ്റ് ഇംഗ്ലീഷ് മലയാളം ആ ഒരു ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ NCERT ടെക്സ്റ്റുകൾ ഇതൊക്കെയാണ് നമ്മൾ ബേസിക് ആയിട്ട് ആദ്യം പഠിക്കേണ്ട ബുക്കുകൾ. പിന്നെ വരുന്നത് CA, സുപ്രധാന നിയമങ്ങൾ, ഭരണരംഗം, അങ്ങനെയുള്ള ടോപ്പിക്കുകൾക്കും ഇംഗ്ലീഷ്, മലയാളം, മാത്സ് അങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് ഇംപെറ്റസിൽ തരുന്ന മെറ്റീരിയൽസും കൂടെ ഒരു റാങ്ക് ഫയൽ റെഫർ ചെയ്യാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ അവസാന സമയം റിവിഷന്റെ സമയത്തിന് വേണ്ടി മാത്രമായാലും ഒരു റാങ്ക് ഫയൽ ഒരു ധൈര്യത്തിന് എന്ന് പറയുന്ന പോലെ ഉപയോഗിക്കാൻ പറ്റും. PYQന്റെ പ്രാധാന്യം നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. PSCയുടെ പൾസ് അറിയണം എന്നുണ്ടെങ്കിൽ അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്ന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. എന്താണ്, എവിടെ നിന്നാണ് PSC ചോദിക്കുന്നതെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കണം. ഒരു എക്സാമിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ OMR ഷീറ്റിൽ തന്നെ PYQ ചെയ്ത് ശീലിക്കണം എന്ന് ഞാൻ പറയൂ. കൃത്യം 2 മണിക്ക് തന്നെ എഴുതുന്ന രീതിയിലാണ് ഇംപെറ്റസിൽ PYQ തന്നിരുന്നത്. നമ്മൾ OMRൽ വീട്ടിലിരുന്ന് എക്സാം എഴുതി നോക്കും, നമ്മുടെ മാർക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും, ഏകദേശം നമുക്ക് കട്ട് ഓഫ് ഒക്കെ ആ എക്സാമിന്റെ അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് സ്വന്തമായിട്ട് അസസ് ചെയ്യാൻ പറ്റും. ഏതൊക്കെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് സ്കിപ്പ് ചെയ്യുന്നതും നെഗറ്റീവ് വരുന്നതും. നെഗറ്റീവ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, കാരണം നെഗറ്റീവ് കുറച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താൻ പറ്റുള്ളൂ. 10ഉം 20ഉം 30ഉം നെഗറ്റീവ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ ആ റാങ്കിൽ നന്നായിട്ട് പുറകിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ടാണ് PYQ നന്നായിട്ട് അസസ് ചെയ്യണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചോദിക്കുന്ന മേഖലകൾ അറിയാനായിട്ട് PYQ സബ്ജക്ട് വൈസ് ആയിട്ട് ഇംപെറ്റസിനകത്ത് ഫയൽ തന്നിരുന്നു. അതായത് എക്കണോമിക്സിന്റെ മാത്രം PYQ ഇതുവരെ ചോദിച്ചിട്ടുള്ളത് മുഴുവൻ, കോൺസ്റ്റിറ്റ്യൂഷന്റെ മാത്രം PYQ ഇതുവരെ ചോദിച്ചിട്ടുള്ളത് മുഴുവൻ. അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് പെട്ടെന്ന് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട്, നമ്മളെല്ലാം PYQ ചെയ്ത് ശീലിച്ച് വന്നു കഴിഞ്ഞാലും നമുക്ക് അവസാന നിമിഷത്തിൽ നമ്മൾ ഒന്ന് മറിച്ച് നോക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഫയലുകളൊക്കെ കിട്ടുന്നത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഈവൻ അത് ഫ്രീ ബാച്ചിൽ മാത്രമല്ലാതെ ചാനലിലും അത് കൊടുത്തിരുന്നു. അപ്പോൾ ഒരുപാട് പുറത്തുനിന്നുള്ള കുട്ടികൾക്ക് വരെ അത് ആക്സസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇന്ന് രാവിലെ വന്നൊരു ചോദ്യമായിരുന്നു, കുറെ നാളായി പഠിക്കുന്നു, പക്ഷെ 2 മാർക്കിനും 3 മാർക്കിനും ഒക്കെ ലിസ്റ്റിൽ നിന്ന് പുറത്താവുകയാണ്. റിവിഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്? റിവിഷൻ ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, എല്ലാത്തിൻ്റെയും നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളതിൻ്റെ ഒക്കെ ഹാർഡ് കോപ്പി മെറ്റീരിയൽസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും അത്യാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SCERT NCERT ടെക്സ്റ്റുകൾ തന്നെയാണ്. SCERT NCERT ടെക്സ്റ്റുകൾ അങ്ങനെ തന്നെ സംഘടിപ്പിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും SCERT NCERT ടെക്സ്റ്റുകളുടെ ഗൈഡ് രൂപത്തിലുള്ള പുസ്തകങ്ങൾ ഇപ്പോൾ നിലവിൽ മാർക്കറ്റിൽ ലഭ്യമാണ്, പല പബ്ലിക്കേഷൻസിന്റെയും ലഭ്യമാണ്. അങ്ങനെയുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ബുക്കുകൾ വാങ്ങി അത് കയ്യിൽ കരുതുക. റിവിഷന്റെ സമയത്ത് നമുക്ക് എപ്പോഴും വരച്ചിട്ട സാധനങ്ങൾ മാത്രം എക്സാമിന്റെ തലേന്നായാലും അല്ലെങ്കിൽ എക്സാമിന്റെ 1 മാസത്തിന് മുന്നേ സിലബസ് ഫുള്ള് കവർ ചെയ്ത് നമ്മൾ റിവിഷൻ ചെയ്യണം. ആ ഒരു ടൈമിൽ നമുക്കത് റിവിഷൻ ചെയ്ത് എത്തണം എന്നുണ്ടെങ്കിൽ എപ്പോഴും സോഫ്റ്റ് കോപ്പി വെച്ചിട്ട് നമുക്കത് സാധിക്കണം എന്നില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള മെറ്റീരിയലുകളും പിന്നെ ഏതെങ്കിലും ഒരു റാങ്ക് ഫയൽ, എല്ലാവർക്കും സാമ്പത്തികമായിട്ട് സാധിക്കുമോ എന്നറിയില്ല,
സാധിക്കുമെങ്കിൽ ഒരു റാങ്ക് ഫയലും കൂടി കയ്യിൽ കരുതുന്നത് നല്ലതാണ്. പിന്നെ വരുന്ന ഒരു കോമൺ ചോദ്യമാണ്, ഞാൻ എത്ര മണിക്കൂർ പഠിച്ചിരുന്നു? വീട്ടമ്മമാരാണ്, 14-15 മണിക്കൂറൊക്കെ പഠിച്ചാലേ ജോലി കിട്ടത്തുള്ളൂ. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വളരെ കോമൺ ആണ്. കാരണം നമ്മുടെ PSC എഴുതുന്നതിലെ നല്ലൊരു ശതമാനം പേരും വീട്ടമ്മമാരാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു 4 മണിക്കൂർ to 6 മണിക്കൂർ പഠിച്ചിരുന്ന ആളാണ്, ഡെയിലി പഠിച്ചിരുന്ന ഒരാളാണ്. അതിലുപരി 10 മണിക്കൂറൊന്നും ഞാൻ ഇന്ന് വരെ PSCക്ക് വേണ്ടിയിട്ടോ വേറെ ഏതൊരു എക്സാമിന് വേണ്ടിയിട്ടോ ഞാൻ ഒരു ദിവസത്തിൽ പഠിച്ചിട്ടില്ല. എന്നെ കൊണ്ട് അത് സാധിക്കില്ല എന്ന് വെച്ച് ആർക്കും പറ്റില്ല എന്നോ ആരും അങ്ങനെ ചെയ്യരുത് എന്നോ ഞാൻ പറയില്ല. അങ്ങനെ പഠിച്ചാലേ കിട്ടൂ എന്നുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ പഠിക്കാം. ഇറ്റ് ഡിപ്പെൻസ്, ഓരോ വ്യക്തിയിലും അത് വ്യത്യാസം ഉണ്ടായിരിക്കും. ചിലർക്ക് ഒരുപാട് നേരം ഇരിക്കാൻ പറ്റില്ല, കാരണം 1 മണിക്കൂർ പഠിക്കുമ്പോഴത്തേക്കും ഡിസ്ട്രാക്റ്റഡ് ആവും. അങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആവുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് കമ്പൈൻഡ് സ്റ്റഡി. അത് നമ്മൾ ഓൺലൈനായിട്ട് ഇപ്പൊ ഇംപെറ്റസ് പോലെയുള്ള നമ്മൾ ഏത് കോഴ്സ് എടുത്തു കഴിഞ്ഞാലും ആ ഒരു പ്ലാറ്റ്ഫോം തന്നെ യൂസ് ചെയ്യണമെന്നില്ല. എല്ലാ പ്ലാറ്റ്ഫോമിലും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവണമെന്നില്ല. നമുക്ക് ഇംപെറ്റസിനെ കുറിച്ച് മാത്രമേ അറിയുള്ളൂ. ഇനി അതല്ലെങ്കിൽ വായനശാലകളിലോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും പബ്ലിക് ലൈബ്രറി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ആക്സസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ പോയിരുന്ന് പഠിക്കുന്നതോ, എങ്ങനെയായാലും ഈ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലുള്ള ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ അധികം മുഴുകാതെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്നെ സംബന്ധിച്ച് ഞാൻ VFA ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് ഈ LDC എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോ എന്നെ പോലെയുള്ള ഒരാൾക്ക് ജോലിക്ക് പോയിട്ട് വന്നിട്ട് തിരിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഒരു 4 മണിക്കൂർ വരെ പഠിക്കാൻ ഫ്രീ ആയിട്ട് കിട്ടുമായിരുന്നു. പക്ഷെ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാലും പഠിക്കാത്ത ടൈപ്പ് ഒരാളാണ് ഞാൻ. ഫുള്ളായിട്ട് അതിലേക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരുന്നാൽ മാത്രമേ ഞാൻ പഠിക്കൂ എന്നുള്ള ഒരു ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ ഞാൻ 1 മാസം ലീവ് എടുത്തിട്ടാണ്, സാലറി ഇല്ലാത്ത ലീവ് വെച്ചിട്ടാണ് ഞാൻ LDCക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തത്. അതിന് തന്നെ ഞാൻ യൂസ് ചെയ്ത മെത്തേഡ് ഈ പറയുന്ന കമ്പൈൻഡ് സ്റ്റഡി ആയിരുന്നു. അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ വേറെ എന്തെങ്കിലും ചിന്തിക്കും, അല്ലെങ്കിൽ ഫോൺ എടുക്കും, റീല് തോണ്ടും. ഇതൊക്കെ എല്ലാവരും കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും, അല്ലെങ്കിൽ അത്യാവശ്യം യൂത്ത് ആയിട്ടുള്ളവരുടെ പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒഴിവായി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും യൂസ് ചെയ്ത ഒരു ഗ്രൂപ്പാണ് ആ കമ്പൈൻഡ് സ്റ്റഡിയുടെ. അവിടെ കേൾക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു, തിരിച്ച് വായിക്കാൻ നമ്മുടെ കൂടെയുള്ള കുട്ടികൾ തന്നെ പരസ്പരം മാറി മാറി വായിക്കുന്ന ഒരു സെറ്റപ്പാണ്. അപ്പോ നമ്മൾക്ക് വായിക്കാൻ പറ്റാത്ത നേരത്ത് നമുക്ക് ഇയർഫോൺ വെച്ചിട്ട് വീട്ടമ്മമാരൊക്കെ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് അടുക്കളയിൽ രാവിലെ 5 മണി മുതലും 4 മണി മുതലും വായിക്കുന്നവരുണ്ട്. അപ്പോൾ ജോലി ചെയ്യുന്ന സമയത്ത് ഇയർഫോൺ ചെവിയിൽ വെച്ച് ജോലി ചെയ്യുന്നവരും അതിന്റെ ഒരു എഫക്റ്റോട് കൂടിയിട്ട് നല്ലൊരു റാങ്കിൽ എത്താൻ പറ്റിയവരും ഒക്കെ ഇംപെറ്റസിലുണ്ട്. റാങ്ക് കിട്ടിയ കാര്യം അറിയുന്നത് ഓഫീസിലിരിക്കുമ്പോഴാണ്. ഓൾറെഡി ഇപ്പോൾ VFA ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ ജില്ലയിലെ കഴിഞ്ഞ VFA എക്സാമിന് ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. അപ്പോൾ അവിടെ ഇരിക്കുന്ന സമയത്ത് VFAമാരുടെ ഞങ്ങൾ കൂടെ ഒന്നിച്ച് ജോയിൻ ചെയ്ത VFAമാരുടെ ഗ്രൂപ്പിലാണ് കൺഗ്രാറ്റ്സ് കണ്ടിട്ടാണ് ഞാൻ ആദ്യം നോക്കുന്നത്. നേരെ ഇംപെറ്റസിന്റെ ചാനലിൽ പോയി ലിസ്റ്റ് എടുത്ത് നോക്കി. ആദ്യം കാണുമ്പോൾ തന്നെ നമുക്കൊരു എക്സൈറ്റ്മെന്റ് ആണ്. അത് എത്ര ഫസ്റ്റ് റാങ്ക് കിട്ടിക്കഴിഞ്ഞാലും ആ ഒരു എക്സൈറ്റ്മെന്റ് ഒരിക്കലും മാറില്ല എന്നാണ് തോന്നുന്നത്. നേരെ ഓരോരുത്തരെ വിളിച്ച് സന്തോഷം അറിയിക്കാൻ തുടങ്ങി. മറുതരക്കിലുള്ളവരുടെ ഒരു എക്സൈറ്റ്മെന്റ് നമ്മുടെ എക്സൈറ്റ്മെന്റിനെക്കാളും അപ്പുറമായിട്ടുള്ള ചില നിമിഷങ്ങൾ ഉണ്ടായിരുന്നു. ചിലരൊക്കെ ആ സമയത്താണ് ടെലഗ്രാമിൽ നിന്ന് എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചിട്ട് മിസ്സേ ഒരു ഫോൺ നമ്പർ ഒന്ന് തരുമോ എന്ന് ചോദിച്ചിട്ട് നമ്പർ വാങ്ങി വിളിക്കുന്നത്. അവരുടെ സന്തോഷം കാണുമ്പോൾ നമ്മൾ തന്നെ ഞെട്ടിപ്പോകുന്ന ഒരവസ്ഥയാണ്. കാരണം മറ്റൊരാളുടെ വിജയത്തിൽ ഇത്രയും ആത്മാർത്ഥമായിട്ട് സന്തോഷിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ കുട്ടികളെന്ന് ഉദ്യോഗാർത്ഥികൾ, നമ്മളെ പോലെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നവര്, നമ്മളെക്കാൾ മുതിർന്നവര്, നമ്മളെക്കാൾ താഴെയുള്ളവര്, എല്ലാ തരത്തിലുള്ളവരും, അതുപോലെ അവരുടെ വിജയത്തിൽ ഒരു പങ്ക് വഹിക്കാൻ പറ്റിയതിന്, അവരുടെ വിജയത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ആവാൻ എനിക്ക് സാധിച്ചു എന്ന് ആ ഒരു സന്തോഷം വിളിച്ചറിയിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ട് അങ്ങനെ ഒത്തിരി മെസ്സേജുകൾ വന്നിരുന്നു. ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു ദിവസം എന്ന് പറയുന്നത് വളരെ എന്താ പറയാ, ഒരു പ്രത്യേക തരം ദിവസം എന്ന് പറയാം. അന്നത്തെ ദിവസം കൊണ്ടും തീർന്നിട്ടില്ല എന്ന് പറയണം. അടുത്ത ദിവസവും ഇതുപോലെയുള്ള ഫോൺ വിളികളും മെസ്സേജുകളും പിന്നെ എൻക്വയറികളും അല്ലെങ്കിൽ പഠനത്തിന്റെ രീതികളെ കുറിച്ചുള്ള ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് കടന്നുപോയി. ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. സിലബസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം നമ്മളൊരു പ്രിന്റ് ഔട്ട് സിലബസിന്റെ അടുത്ത് വെക്കുക. അതിൽ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഓരോന്നിനും എത്ര മാർക്ക് വീതമാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോന്നിനും സമയം കൊടുക്കേണ്ടത്. വളരെ ചെറിയ ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാൽ 2-3 മാർക്ക് ഉറപ്പായിട്ടും കിട്ടുന്ന ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. ആ ഭാഗങ്ങൾ നമ്മൾ അങ്ങനെ തന്നെ കവർ ചെയ്യണം.
ഈ നമ്മൾ റാങ്ക് ഫയൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കാണാം, പണ്ടത്തെ പോലെ പണ്ട് നമുക്ക് കേരള ചരിത്രം അല്ലെങ്കിൽ കേരള ജോഗ്രഫി, ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ ജോഗ്രഫി എന്നുള്ള ഭാഗങ്ങളൊക്കെ എല്ലാവരും ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നവോത്ഥാനം ശ്രീനാരായണ ഗുരുവും ചട്ടമ്പിസ്വാമികളും ഇല്ലാത്ത ഒരു PSC എക്സാമും നടന്നിട്ടില്ലായിരുന്നു. അതിനൊക്കെ വളരെ ഒരു PSC എക്സാം എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ പല ചോദ്യങ്ങളായിരുന്നു നവോത്ഥാനത്തിൽ നിന്ന് വന്നിരുന്നത്. ഇപ്പൊ അത് ഒരു ചോദ്യത്തിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. അപ്പൊ അന്ന് പഠിച്ചിരുന്ന അതേപോലെ തന്നെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന, അതായത് 10 വർഷമായിട്ട് PSC പഠിച്ചുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് അവർ അന്ന് പിന്തുടർന്നിരുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ തന്നെ ഇന്നും പിന്തുടർന്ന് വന്നു കഴിഞ്ഞാൽ അത് നമുക്കൊരു തെറ്റായ ഒരു രീതിയിലേക്കാണ് പോവുക. അപ്പൊ ഈ റാങ്ക് ഫയലിൽ കാണുന്ന കേരള ജോഗ്രഫി മുഴുവൻ അങ്ങനെ തന്നെ അരച്ചു കലക്കി കുടിക്കാന്നുള്ള ഒരു സംഭവം ഇപ്പൊ ഇല്ല. ഒരുപാട് നോട്ട് എഴുതി ഉണ്ടാക്കി ഒരു ടോപ്പിക്കിന്റെ എല്ലാ ചോദ്യങ്ങളും അല്ലെങ്കിൽ എല്ലാ പോയിന്റും പഠിച്ചിട്ടേ ഞാൻ നിർത്തൂ എന്ന് വിചാരിക്കുന്ന ചിലരുണ്ട്. റാങ്ക് ഫയൽ ഇല്ലാത്ത പോയിന്റുകൾ മുഴുവൻ ഒരു വലിയൊരു നോട്ട് ഉണ്ടാവും. ആ നോട്ട് ഒരെണ്ണം കൊണ്ട് തികയില്ല, 2, 3, 4. എന്നാൽ ഇതൊന്നും പിന്നീടൊന്നും വായിച്ചു നോക്കാനുള്ള സമയം ഇവർക്ക് പ്രത്യേകിച്ച് കിട്ടാറില്ല. ഒരുപാട് എഴുതി കൂട്ടുന്നുണ്ടാവും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് PSC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ കാര്യവും അറിഞ്ഞിരിക്കുക എന്നുള്ളതല്ല. അതിനൊക്കെ ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ മനസ്സിലാക്കി സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കി അത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു റാങ്കിലേക്ക് തന്നെ എത്താൻ പറ്റും. കൃത്യമായിട്ട് നമുക്ക് ജോലിയിലേക്ക് എത്താൻ അത്രയും നമുക്ക് ആവശ്യമുള്ളൂ. 10-15 വർഷം ഇതിന്റെ പുറകെ നടക്കേണ്ട യാതൊരു കാര്യമില്ല. നിങ്ങൾ പഠിക്കുന്നതിൽ എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും, ആ മിസ്റ്റേക്ക് തിരിച്ചറിഞ്ഞിട്ട് മുന്നോട്ട് പോവുക. VFA ആയിട്ട് കയറിയപ്പോ എനിക്ക് LDC ബാച്ചിൽ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു. അത് ടീച്ചിങ് ആയാലും അല്ലെങ്കിൽ പഠിക്കലായാലും ഞാൻ ഒരു ഫോളോ ചെയ്യൽ കുറച്ച് നാളത്തേക്ക് നിർത്തേണ്ട വന്നു. LDC എക്സാം അടുത്തു എന്നറിഞ്ഞപ്പോൾ അവിടുത്തെ പല തരം റിവിഷനുകളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വീക്ക്ലി റിവിഷൻ, അത് കഴിഞ്ഞ് മന്ത്ലി റിവിഷൻ, ലാസ്റ്റ് എക്സാം അടുത്തപ്പോൾ ഉള്ള ഒരു റിവിഷൻ, എല്ലാം കഴിഞ്ഞ് ഏറ്റവും അവസാനത്തെ ഒരു റിവിഷൻ, ഒരു മാസത്തെ ഒരു റിവിഷൻ മാത്രമാണ് ബാക്കി ഉണ്ടായിരുന്നത്. 21 ദിവസം കൊണ്ടോ 28 ദിവസം കൊണ്ടോ തീർക്കുന്ന ഒരു റിവിഷൻ പാറ്റേൺ. അതിന്റെ ഡേറ്റ് എന്നാ തുടങ്ങുന്നത് എന്ന് നോക്കിയിട്ടാണ് ഞാൻ LW സാലറി ഇല്ലാത്ത ലീവിന് അപേക്ഷിച്ചത് പോലും. അതിന്റെ ഫസ്റ്റ് ഡേ മുതൽ ഞാൻ ഫോളോ ചെയ്യായിരുന്നു ആ ടൈം ടേബിള്. ആ ടൈം ടേബിള് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ എങ്ങനെ പഠിച്ചു തീർക്കാൻ പറ്റുമോ എന്ന് തോന്നിയേക്കാം. 5 ദിവസം കൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ മുഴുവൻ, അതിന്റെ മുഴുവൻ മെറ്റീരിയൽസ് ഒരു ടാബിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓൾറെഡി നേരത്തെ കൊടുത്ത മെറ്റീരിയൽസ് തന്നെയായിരിക്കും, അതൊന്ന് ക്രോഡീകരിച്ച് കൊടുത്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ IT മൊത്തം 3 ദിവസം കൊണ്ട്. ഇങ്ങനെയുള്ള ഒരു പാറ്റേൺ ആയിരുന്നു ഇംപെറ്റസിൽ ഫോളോ ചെയ്തിരുന്നത് റിവിഷന് വേണ്ടിയിട്ട്. ഏറ്റവും അവസാനത്തെ റിവിഷന്റെ കാര്യമാണോ പറയുന്നത്. അപ്പൊ ഞാൻ ഈ ലീവ് എടുത്ത് കയറുന്നു, കമ്പൈൻഡ് സ്റ്റഡി ഗ്രൂപ്പിൽ കയറുന്നു. ഈ 5 ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു ഭൂരിപക്ഷത്തിന്റെ മുന്നിലേക്കാണ് ഞാൻ ചെല്ലുന്നത്. ആ 5 ദിവസം കൊണ്ട് ഞാൻ ആ ടോപ്പിക് മുഴുവൻ സിലബസ് ഫുള്ള് PYQ ടോപ്പിക് വെച്ച് തന്നിരുന്നത് ഉൾപ്പെടെ വായിച്ചിട്ടാണ്, കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ ആ ഒരു സിലബസ് ഫുള്ള് കവർ ചെയ്തിട്ടുള്ളത്. ഒരു മാസം കൊണ്ടാണ് ഞാൻ സിലബസ് ഫുള്ള് കവർ ചെയ്തിട്ടുള്ളത്. ഉറപ്പായിട്ടും എനിക്കൊരു ബേസ് ഉണ്ടായിരുന്നു, കാരണം ഞാൻ പറഞ്ഞ VFA ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. പക്ഷെ അതും കഴിഞ്ഞ് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് LDC എക്സാം വരുന്നത്. പല എളുപ്പമുള്ള ചോദ്യങ്ങൾ പോലും മറന്നു തുടങ്ങിയിരുന്ന സമയമാണ്. അപ്പൊ ഒരു മാസം കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത് ശ്രമകരം തന്നെയായിരുന്നു. എങ്കിൽ കൂടി എന്നെ കേട്ടിരുന്നവർക്ക് വരെ അത് വളരെ ഉപകാരപ്രദമായി. റിവിഷന്റെ സമയം അങ്ങനെ പെട്ടെന്ന് 5 ദിവസം കൊണ്ട് ഒരു സബ്ജക്ട് തീർക്കുക എന്നുള്ളതൊക്കെ ചിന്തിക്കാൻ പറ്റാതിരുന്നവർക്ക് അത് വളരെ എളുപ്പമായിട്ട് തോന്നി എന്നുള്ള ഒരു കമന്റ് കൂടി കിട്ടിയിരുന്നു. അവരുടെ റാങ്ക് വന്നതിന് ശേഷം അവർ പറഞ്ഞതാണ്. അങ്ങനെയാണ് നമ്മൾ റിവിഷൻ ചെയ്തു പോകേണ്ടത്. ഒരു തവണ റിവിഷൻ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. 2, 3, 4 തവണയൊക്കെ ഇംപെറ്റസിൽ റിവിഷൻ വരാറുണ്ട്. ലാസ്റ്റ് എത്തുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനിയൊരു ചോദ്യം വരുന്നത് ഇംപെറ്റസ് മാത്രമായിരുന്നു ഫോളോ ചെയ്തിരുന്നത്. ഒരു 90-95% ഇംപെറ്റസ് മാത്രമായിരുന്നു ഫോളോ ചെയ്തിരുന്നത്. പിന്നെ എന്തൊക്കെ ഫോളോ ചെയ്തു? ഞാൻ വേറെ ഏതെങ്കിലും പെയ്ഡ് കോഴ്സുകൾ എടുത്തിരുന്നോ? അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വേറെ ഒരു പെയ്ഡ് കോഴ്സും ഞാൻ പർച്ചേസ് ചെയ്തിട്ടില്ല. എന്നാലും ടെലഗ്രാമിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരുവിധം ചാനലുകളിലൊക്കെ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെയൊക്കെ മെറ്റീരിയൽസ് വല്ലപ്പോഴുമെങ്കിലും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. എത്ര ചാനലുകൾ ഉണ്ടായിരുന്നെന്നോ ഏതൊക്കെയായിരുന്നു ചാനലുകളെന്നോ ഒന്നും കൃത്യമായിട്ട് ഇപ്പൊ പറയാൻ പറ്റില്ല. അതിന് കൃത്യമായിട്ട് ഒരു കണക്കുമില്ല. പല ചാനലുകളിലൂടെ ഇങ്ങനെ കയറി ഇറങ്ങുന്ന ആളായിരുന്നു. എന്ന് വെച്ചാൽ ഒരുപാട് സമയം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ആളും അല്ലായിരുന്നു. ഇടയ്ക്കൊക്കെ മാത്രം മറ്റു ചാനലുകളെ ആശ്രയിച്ചിരുന്നു. വെറുതെയെങ്കിലും 95% ഇംപെറ്റസ് മാത്രം തന്നെയായിരുന്നു. ഇംപെറ്റസ് മാത്രമാണ് കൂടുതലും ഉപയോഗിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിന്റെ
കോഴ്സിന്റെ സ്ട്രക്ചറും കൂടി പറഞ്ഞിട്ട് വേണമല്ലോ പോവാൻ. കോഴ്സിന്റെ ഫീ എത്രയാണ് വരിക? ഒരു ഫുൾ കോഴ്സിന്റെ ഫീ വരുന്നത് 750 രൂപയും മാക്സിമം 1000 രൂപയൊക്കെയാണ്. ഏതൊരു സാധാരണക്കാരനും ഒരു ഫുൾ കോഴ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 1 വർഷത്തോളം വരെയുള്ള കോഴ്സുകൾ ഉണ്ടാവും. അതായത് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ തന്നെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് എക്സാം നടക്കുന്നത് വരെയും ഈ കോഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ടാവും. എന്നാൽ അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? ഓൺലൈൻ ആണല്ലോ, അപ്പോൾ ഓഫ്ലൈൻ പഠിക്കുന്നതാണോ ഓൺലൈൻ പഠിക്കുന്നതാണോ നല്ലത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. എന്തും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. വീട്ടിലിരുന്ന് പഠിക്കുന്നത് സൗകര്യമാണെങ്കിൽ ഓൺലൈൻ നമുക്ക് ചൂസ് ചെയ്യാമല്ലോ. സ്ട്രക്ചർ വരുന്നത് ഡെയിലി ടൈം ടേബിൾ, അതിന്റെ കൂടെയുള്ള മെറ്റീരിയൽസ്, വോയിസ് ക്ലാസ്സുകൾ അല്ലെങ്കിൽ വീഡിയോ ക്ലാസ്സുകൾ, അതിന്റെ എല്ലാം റെക്കോർഡുകൾ. നമുക്ക് എപ്പോഴും ലൈവ് ക്ലാസ്സിൽ കയറാൻ പറ്റണം എന്നില്ല. അപ്പൊ അതിന്റെ റെക്കോർഡുകളും ലഭിക്കും. ഫ്രീ ആവുന്ന സമയത്ത് രാത്രിയോ എപ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ക്ലാസ്സുകൾ കേട്ട് റെക്കോർഡിങ്സ് കേട്ട് പഠിക്കാൻ പറ്റും. വളരെ ചെറിയ ഫീസിൽ ഇങ്ങനെയുള്ള ഒരു സൗകര്യം ലഭിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് 10,000-ഉം 15,000-ഉം അല്ലെങ്കിൽ 6,000-ഉം 7,000-ഉം ഒക്കെ കൊടുത്തിട്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് കോഴ്സിന് ജോയിൻ ചെയ്യുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ്. എല്ലായിടത്തും പഠിച്ചു കഴിഞ്ഞാലും കിട്ടുന്നത് സെയിം മെറ്റീരിയൽസും കാര്യങ്ങളും ഒക്കെ തന്നെയാണെന്നുണ്ടെങ്കിൽ ബാക്കി ഇടേണ്ട എഫേർട്ട് നമ്മുടെയാണ്. നമ്മൾ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. എത്രമാത്രം മോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പോയിന്റ്. ഈ മോട്ടിവേഷൻ കൂടി ഒരു ബാച്ചിനകത്ത് നിന്ന് കിട്ടുമോ പിന്നെ നമ്മൾ വേറെ എന്താ ചിന്തിക്കേണ്ടത്? ഇടയ്ക്കിടയ്ക്ക് മാസത്തിൽ 2-3 തവണയൊക്കെ മോട്ടിവേഷൻ വേണ്ടി മാത്രമായിട്ടുള്ള സെഷൻസ് അജാസ് സാറാണ് മിക്കവാറും എന്നല്ല, സാറ് തന്നെയാണ് കൈകാര്യം ചെയ്യാറുള്ളത്. അത് കഴിയുമ്പോഴത്തേക്കും ഒന്ന് പുറകിലേക്ക് പോയവരുടെ ഉള്ളിൽ വരെ ഒരു ഫയർ ഉണ്ടാക്കുന്ന സെഷൻസ് ആണത്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ എപ്പോഴും നമുക്ക് പഠിക്കാൻ പറ്റുന്ന സാഹചര്യം ആവണമെന്നില്ല. ഹോസ്പിറ്റൽ കേസോ മറ്റേ എമർജൻസിയോ ഒക്കെ വന്നിട്ട് നമ്മളൊന്ന് പുറകിലേക്ക് പോയേക്കാം. അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു സെഷൻ കിട്ടുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ട്രാക്കിലേക്ക് തിരിച്ചു വരും. അങ്ങനെയുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മൊത്തം ഒരു കോഴ്സായിട്ട് നോക്കുമ്പോൾ കമ്പൈൻ സ്റ്റഡി നോക്കിക്കഴിഞ്ഞാലും വേറെ എത്ര സ്ഥലത്ത് കൊടുക്കുന്നുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മൊത്തം നോക്കുമ്പോൾ ഒരു കോഴ്സ് ഫുൾ കോഴ്സ് എന്ന് പറയുമ്പോൾ ഈ ചെറിയ എമൗണ്ടിൽ ഭയങ്കര വർത്ത് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ആദ്യം VFA ആയി, പിന്നെ LD ആയി, ഇനി എന്ത്? ഇവിടെ വെച്ച് തീർന്നോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളും വരുന്നുണ്ട്. ഇവിടെ വെച്ച് നിർത്താൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇനി എന്ത് എന്ന് ഞാൻ കൃത്യമായിട്ട് ഒരു ഉത്തരവും തരുന്നില്ല. എന്തായാലും മുകളിലേക്കുള്ള പോസ്റ്റുകൾ നോക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ജോലിക്ക് കയറുന്നവരെ നമ്മൾ പലപ്പോഴും ചിന്തിക്കുക എന്തെങ്കിലും ഒരു ജോലി മതി, LGS ആയാലും മതി, VFA ആയാലും മതി, എന്തായാലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇവിടെ നിൽക്കേണ്ട ആളല്ല ഞാൻ, എനിക്ക് കുറച്ചുകൂടി ഹയർ പോസ്റ്റുകളിലേക്ക് എക്സാം എഴുതി കയറാനുള്ള കഴിവുണ്ട് എന്ന് തോന്നുന്ന നിമിഷം നമ്മൾ പഠിച്ചു തുടങ്ങണം. ഒരിക്കലും നമ്മൾ സെറ്റിൽഡ് ആവരുത്. ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ഒതുങ്ങിക്കൂടരുത്. വലിയ സ്വപ്നങ്ങളിലേക്ക് തന്നെ പോകണം. അപ്പൊ ഈ കോഴ്സ് എടുത്തില്ലെങ്കിൽ പിന്നെ എന്ത്? അപ്പൊ വേറെ മെറ്റീരിയൽസും ക്ലാസ്സുകളും ഒന്നും ലഭിക്കില്ലേ എന്നൊരു ചോദ്യം കൂടി ഉണ്ടാവാം. നമ്മുടെ ടെലഗ്രാം ചാനലിനകത്ത് ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയൽസും ക്ലാസ്സുകളും ഒക്കെ കൊടുക്കാറുണ്ട്. CPOയ്ക്കും ഫയർ വുമണ്ണും ഫയർമാനും ഒക്കെ ക്ലാസ്സുകൾ കൊടുത്തിരുന്നു. റിവിഷൻ ക്ലാസ്സുകളായിരുന്നു. അതുപോലെ തന്നെ ക്വിസ് ബോട്ടുകൾ ഫ്രീ ആയിട്ട് ലൈവ് ആയിട്ടുള്ള ക്വിസ് ബോട്ടുകൾ, അതിനുശേഷം അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്വിസ് ബോട്ടുകൾ, അങ്ങനെ പല തരത്തിലുള്ള മെറ്റീരിയൽസ്, PYQ മെറ്റീരിയൽസും പലതരത്തിലുള്ള കാര്യങ്ങളും അപ്ഡേഷൻസും എല്ലാം ചാനലിനകത്ത് വരാറുണ്ട്. ഇതെല്ലാം ഫ്രീ ആണ്. വളരെ സൗജന്യമായിട്ട് നമുക്ക് ജസ്റ്റ് ടെലഗ്രാം ചാനലിനകത്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ മതി. ഇമ്പറ്റൻസിൽ നിന്ന്, ഫാമിലിയിൽ നിന്ന്, ഫ്രണ്ട്സിൽ നിന്ന്, കൊളീഗ്സിൽ നിന്ന് ഒക്കെ കിട്ടിയിട്ടുള്ള സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ കുറച്ച് പുറകിലേക്ക് പോകുന്നു എന്ന് തോന്നുമ്പോഴൊക്കെ അജാസ് സാർ വന്നിട്ട് പ്രത്യേകം ഓർമ്മിപ്പിക്കും, നിതിഷ ഫസ്റ്റ് റാങ്ക് അടിക്കണം, LDC ആണ്, എന്തായാലും അടിച്ചേ പറ്റൂ എന്ന തരത്തിലുള്ള കുറെ മെസ്സേജുകൾ വരാറുണ്ട്. ലീവ് എടുത്ത് പഠിക്കാനും ഒക്കെ ഒരു പ്രചോദനം എന്ന് പറയുന്നത് അജാസ് സാർ വരുന്ന പല മെസ്സേജുകളാണ്. അജാസ് സാർ മാത്രമല്ല, ഇമ്പറ്റസ് ടീമിലെ പല അഡ്മിൻസും, ഞാൻ എല്ലാവരെയും പേരെടുത്ത് പറയുന്നില്ല, പല അഡ്മിൻസും എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ ഒരു റാങ്ക് ഫസ്റ്റ് റാങ്ക് അടിച്ചു കഴിഞ്ഞാലും പിന്നെ നമ്മൾ ഉയരങ്ങളിലേക്ക് തന്നെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റിലുമുണ്ട്. വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഒരു മാസം ഞാൻ ലീവ് എടുത്തിരുന്നപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് അതിന്റെ നല്ലൊരു ശതമാനം സമയവും ഹസ്ബൻഡിന്റെ വീട്ടിലായിരുന്നു. അവസാനം എക്സാം എനിക്ക് സെന്റർ തൃശ്ശൂർ ആയതുകൊണ്ട് ഞാൻ അവസാന സമയത്താണ് എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നത്. 2 സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാലും പേരൻസ് ആയാലും ഹസ്ബൻഡ് ആയാലും ഒക്കെ
ഞാൻ എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള എല്ലാ പരിഗണനയും എനിക്ക് തന്നിട്ടുണ്ട്. വേറെ ഒരു കാര്യത്തിലും ഞാൻ ഇടപെട്ടിട്ടില്ല. കല്യാണങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫംഗ്ഷൻ, ബർത്ത്ഡേ ഫംഗ്ഷൻസോ, വളരെ ക്ലോസ് ആയിട്ടുള്ള കുട്ടികളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ഒക്കെ ഞാൻ പോവണ്ട എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചിരുന്നുണ്ട്. എനിക്ക് ആ ഓരോ മണിക്കൂറും ഇമ്പോർട്ടന്റ് ആയിരുന്നു. പ്രത്യേകിച്ച് ഞാൻ ലീവ് എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. എനിക്ക് റാങ്ക് കിട്ടുക തന്നെ വേണം എന്നുള്ളത് എൻ്റെ അത്യാവശ്യമായിരുന്നു. ഞാൻ സാലറി കളഞ്ഞിട്ടാണ് ഞാൻ ലീവ് എടുത്തിട്ട് പഠിക്കാനിരിക്കുന്നത്. അല്ലെങ്കിൽ പോലും നമുക്കൊരു ഉറച്ചൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ, ആ തീരുമാനം ഉണ്ടെങ്കിൽ, നമ്മൾ എത്തിച്ചേരേണ്ട സ്ഥലം ഏതാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ പലതും മാറ്റിവെക്കും. അങ്ങനെ മാറ്റിവെച്ചേ പറ്റുള്ളൂ. മറ്റുള്ളവർ അതിനെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. നമുക്ക് പലതും ത്യജിക്കേണ്ടി വരും. വളരെ ചെറിയൊരു കാലയളവിലേക്കാണ് നമ്മളത് അത്രയും എഫേർട്ട് ഇടുന്നത്. അപ്പോൾ അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകേണ്ട കാര്യമാണ്. ഇനി വീട്ടമ്മമാരോട് പറയാനുള്ളത്, നമ്മൾ എത്ര ഫിനാൻഷ്യലി ഏബിൾ ആയിട്ടുള്ള വീട്ടിൽ നിന്ന് വരികയാണെങ്കിൽ നമ്മുടെ സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കുക എന്നുള്ളത്, ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെപ്പോഴും ഒരാളെ ആശ്രയിച്ച് ജീവിക്കേണ്ടവരൊന്നുമല്ല. വീട്ടമ്മമാരായാലും ഇനിയിപ്പോൾ ആണായാലും പെണ്ണായാലും ആ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. ഒരാൾ ജോലിക്ക് പോവുക എന്നുള്ളതല്ല കാര്യം, നമ്മൾ സ്വന്തമായിട്ട് ഇൻഡിപെൻഡന്റ് ആവുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്? വീട്ടിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. മക്കളെ സ്കൂളിൽ അയക്കണം, പ്രായമായ പേരൻസ്, ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ വീട്ടിലെ സാഹചര്യങ്ങൾ മോശമായിരിക്കാം. നിങ്ങളോട് ഭർത്താവോ ഭർത്താവിന്റെ ഫാമിലിയോ അല്ലെങ്കിൽ മറ്റുള്ളവരോ വേറെ ആരെങ്കിലുമോ പെരുമാറുന്ന രീതി ശരിയല്ലായിരിക്കാം. മറ്റു പല സാഹചര്യങ്ങളും ഉണ്ടായിരിക്കാം. ഞാൻ ഇങ്ങനെ പറയുന്നത് നമ്മുടെ ബാച്ചിലെ തന്നെ സ്റ്റുഡൻസ്, ഞാൻ മെന്റർ ആയിരുന്ന സമയത്ത് പലരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ്. പല സാഹചര്യങ്ങളോട് പോകുന്നവര് നമ്മുടെ ബാച്ചുകളിലുണ്ട്. രാത്രി ഉറങ്ങാതെ പ്രായമായ അച്ഛനെയും അമ്മേനെയും നോക്കുന്നവര്, മുലയൂട്ടുന്ന അമ്മമാര് തുടങ്ങി പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഇവരൊക്കെ ജോലിയിൽ കയറിയിട്ടുള്ളവരാണ്. 40 വയസ്സിലും 42 വയസ്സിലും ജോലിക്ക് കയറുന്നവരുണ്ട്. നമ്മൾ രാവിലെ 9 മണിക്ക് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ നമ്മുടെ വീട്ടിലെ ജോലികൾ എത്ര മണിക്കായിരിക്കും തീരുന്നത്? 8 മണിക്കോ 8:30ക്കോ എന്തായാലും തീർന്നേ പറ്റൂ. അല്ലെങ്കിൽ 10 മണിക്ക് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ 9 മണിക്കോ 9:30ക്കോ ജോലി തീരും. പക്ഷെ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ PSC പഠിക്കാനിരിക്കുമ്പോൾ ആ ജോലികൾ തീരുന്നത് പലപ്പോഴും ഉച്ചയ്ക്ക് 12 മണിക്കായിരിക്കും. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് ഒന്ന് മയങ്ങി അങ്ങനെ ഒരു പ്രോസസ്സിലേക്കാണോ നമ്മൾ പോകേണ്ടത്? നമ്മുടെ ലക്ഷ്യം നമ്മുടെ മുന്നിൽ കൃത്യമായിട്ടുണ്ടായിരിക്കണം. ഉറച്ച തീരുമാനമായിരിക്കണം നമ്മൾ നല്ലൊരു റാങ്കിൽ എത്തും എന്നുള്ളത്. രാവിലെ 9 മണിക്കോ 10 മണിക്കോ മുന്നേ ജോലികൾ തീർത്ത് എത്ര സ്പീഡിൽ ചെയ്യാൻ പറ്റുമോ അത്രയും സ്പീഡിൽ ചെയ്ത് തീർത്ത് പിന്നീട് പഠിക്കാതിരിക്കുക. രാവിലെ ജോലികൾ ചെയ്യുമ്പോൾ പോലും നമുക്ക് ഹെഡ്സെറ്റ് ഉപയോഗിച്ച് ക്ലാസ്സുകൾ കേൾക്കുന്നവരുണ്ട്. അങ്ങനെ നല്ലൊരു ശതമാനം പേര് ഇമ്പറ്റസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. മുലയൂട്ടുമ്പോൾ ക്ലാസ്സുകൾ കേൾക്കുന്നവരുണ്ട്. ഈ എല്ലാ സാഹചര്യങ്ങളും തരണം ചെയ്തുകൊണ്ടാണ് വീട്ടമ്മമാരെ ജോലിയിലേക്ക് എത്തുന്നത്. ഒരു 23-24 വയസ്സുള്ള ഒരു ആൺകുട്ടിയുടെ ജീവിതം വളരെ വ്യത്യസ്തമാണ്. പക്ഷെ സ്ഥിതി വളരെ മോശം തന്നെയാണ്. വീട്ടിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും സ്വന്തം തലയിലായിരിക്കും. നീ ഒരു ജോലി വാങ്ങിയിട്ട് വേണം വീട് രക്ഷപ്പെടാൻ എന്നുള്ള പല്ലവികളായിരിക്കും കേൾക്കുന്നത്. മോനെ ജോലി ആയില്ലേ എന്നുള്ള സ്ഥിരം ചോദ്യങ്ങളും. ഇത് എല്ലാവർക്കും കേൾക്കുന്ന ചോദ്യങ്ങളാണ്. ഈ ഒരു പ്രഷറിൽ പഠിക്കുക എന്നുള്ളത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. മിക്കപ്പോഴും ആൺകുട്ടികൾ വേറെ ജോലിക്ക് പോകുന്നതിന്റെ ഇടയ്ക്കായിരിക്കും പഠിക്കുന്നത്. അവരിടുന്ന എഫേർട്ട് നമുക്ക് കാണാതെ പോകാൻ പറ്റില്ല. ജോലിക്ക് പോയി രാത്രി ക്ലാസ്സുകൾ കേൾക്കുന്നവര്, രാത്രി ക്ലാസ്സുകളിൽ ഓഫ്ലൈനായിട്ട് പോകുന്നവര്, പലതരത്തിലുള്ള കുട്ടികളുണ്ട്. എല്ലാം സ്ട്രഗിൾ ചെയ്ത് ഒരു IT കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, IT കമ്പനിയിൽ അത്യാവശ്യം സ്ട്രെസ് ഉള്ള ജോലി തന്നെയായിരിക്കും. അതിന്റെ ടെൻഷനും പ്രഷറും എല്ലാം ഉണ്ടായിരിക്കും. അതിനിടയിലും ഓൺലൈൻ ക്ലാസ്സുകൾ കേട്ട് പഠിച്ച് മാക്സിമം കവർ ചെയ്യാൻ നോക്കി. അവരിടുന്ന എഫേർട്ടൊക്കെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലിയുടെ ഇടയിലിരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അത്രയും സമയപരിമിതി ഉണ്ടായിരിക്കും. അങ്ങനെ പഠിച്ച് നല്ലൊരു റാങ്കിൽ എത്തുന്നവരെ നമ്മൾ അഭിനന്ദിച്ചേ പറ്റുള്ളൂ. എല്ലാ രീതിയിലും എല്ലാ സാഹചര്യങ്ങളിലുള്ളവരും ജോലി വാങ്ങുന്നുണ്ട്. നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രമിക്കുന്നതിൽ എന്തോ ഒരു പിഴവുണ്ടെന്ന് വേണം പറയാൻ. നമ്മൾ പഠിക്കുന്ന രീതിയിൽ തെറ്റായിരിക്കാം, നമ്മൾ പഠിക്കുന്ന പ്ലാറ്റ്ഫോമിന്റെ പ്രശ്നമായിരിക്കാം. എന്തായാലും നമ്മളത് കണ്ടെത്തി തിരുത്തി മുന്നോട്ട് പോകണം. നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നമാണ്. നമുക്കൊരു ജോലി കിട്ടിയേ മതിയാവൂ എന്ന് ഉറപ്പുള്ളവർ മാത്രം അങ്ങനെ മുന്നോട്ട് പോവുക. അല്ല നമുക്ക് എന്തെങ്കിലും ജോലിക്കൊക്കെ പോയാൽ മതി, പ്രൈവറ്റ് ജോലി ആയാലും കുഴപ്പമില്ല. ഞാൻ ഒരിക്കലും പറയില്ല ഒരു ഗവൺമെന്റ് ജോലി മാത്രമാണ് നമ്മളെ സേഫ് ആക്കുന്നത് എന്നൊന്നുമില്ല. എന്നാൽ ഗവൺമെന്റ് ജോലി വേണമെന്ന് ഉറച്ച് തീരുമാനമുള്ളവരോട് മാത്രമാണ് പറയുന്നത് നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇടേണ്ടി വരും. ഒരു മാസം കൊണ്ട് ചിലപ്പോൾ എത്തിപ്പിടിക്കാൻ പറ്റിയെന്ന് വരില്ല. ഒരു 6 മാസത്തെ കാലയളവോ, ചിലർക്ക് 1 വർഷത്തെ കാലയളവോ, ചിലർക്ക് 2 വർഷത്തെ കാലയളവോ വേണ്ടി വരും.
നമ്മൾ PSC എക്സാം നടത്തുന്ന രീതി അറിയാം. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വിളിക്കുന്നു, എക്സാം നടത്തുന്നു, റിസൾട്ട് വരുന്നു. ഇതിനൊക്കെ ഒരു അത്യാവശ്യം നല്ലൊരു കാലയളവുണ്ട്. നാട്ടുകാരുടെ ചോദ്യം മനം മടുപ്പിക്കരുത്. അവരോട് തിരിച്ച് നമ്മളൊന്നും മോശമായിട്ട് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. നമ്മുടെ റിസൾട്ട് തന്നെ ആയിരിക്കണം അവർക്കുള്ള മറുപടി. അവരുടെ സ്റ്റാറ്റസുകളിലും അവരെ നമ്മളെ കാണുമ്പോൾ ഫസ്റ്റ് റാങ്ക് ആണല്ലോ, അല്ലെങ്കിൽ ജോലി കിട്ടാറായല്ലോ എന്നുള്ള ചോദ്യങ്ങളും, ജോലി കിട്ടിയല്ലോ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായല്ലോ, ഉദ്യോഗസ്ഥയായല്ലോ, കഴുത്തിൽ വീഴുന്ന ആ നീല ടാഗ്, അല്ലെങ്കിൽ ആ ഗവൺമെന്റ് ഓഫ് കേരള സർക്കാർ എന്നുള്ള ടാഗ് വീഴുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ആത്മവിശ്വാസവും അഭിമാനവും ചെറുതല്ല. ഇംപെറ്റസിനകത്ത് പഠിപ്പിച്ചിരുന്ന സമയത്തൊന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയണം. പലരുടെയും റിസൾട്ട് വന്നിട്ട് നമുക്ക് കിട്ടുന്ന മെസ്സേജുകള്, ഫോൺ വിളികള് ഒക്കെ ഭയങ്കര ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ കാരണം ഒരാൾ രക്ഷപ്പെടുന്നു എന്ന് തോന്നുന്നത് വലിയ കാര്യമാണ്. ഇപ്പോഴും ഫസ്റ്റ് റാങ്ക് വന്നപ്പോഴും എൻ്റെ അടുത്ത് പല ചോദ്യങ്ങളും വന്നിരുന്നു. പറ്റുന്ന പോലെയൊക്കെ ഞാൻ അവരെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. എൻ്റെ സ്റ്റഡി മെത്തേഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും മറ്റ് സംശയങ്ങളുണ്ടെങ്കിൽ എനിക്കറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾക്ക് കമൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ടെലഗ്രാമിലോ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. സമയപരിമിതി ഉണ്ടെങ്കിൽ റിപ്ലൈ വൈകിയേക്കാം. അത് നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വരും. എങ്കിലും പറ്റുന്ന രീതിയിൽ നമുക്ക് മറുപടികൾ തരാൻ ശ്രമിക്കാം.